നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം പേരൂർക്കട മണികണ്ഠേശ്വരത്തിനടുത്താണ് ട്ടോ. മണികണ്ഠേശ്വരത്തിൽ നിന്നും വെറും 400 മീറ്റർ മാറി 4 സെന്റിലായിട്ട് 1650 സ്ക്വയർ ഫീറ്റുള്ള ഒരു അടിപൊളി ഒരു ചുടുകല്ലിൽ പണിത ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ വീട് ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ 100% ആത്മാഭിമാനത്തോടെ പറയുന്നു അടിപൊളി പ്രോപ്പർട്ടിയാണ്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ നോക്കാം. ഇത്രയ്ക്കും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോപ്പർട്ടി വളരെ റെയർ ആയിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടി മേടിക്കുന്നവർക്ക് എന്തുകൊണ്ടും അതൊരു നല്ലൊരു തുടക്കം ആയിരിക്കുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് പേരൂർക്കട അതുപോലെ തന്നെ മണികണ്ഠേശ്വരം ഇന്ദിരാനഗർ ബേസ് ചെയ്തൊക്കെ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, നല്ല റെസിഡൻഷ്യൽ ഏരിയ. അതാ കണ്ടില്ല, ഇതിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വേറെ ഏതോ ഒരു ലോകത്തിരിക്കും പോലെ തോന്നുന്നു. അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള, നല്ല ബ്രാൻഡായിട്ടുള്ള, നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നല്ല ഒന്നാന്തരം കരഭൂമിയിൽ വെച്ചൊരു വീട്, പൂർണ്ണമായും ചുടുകല്ലിൽ തീർത്തൊരു വീട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ ഇവിടെ നമുക്ക് നല്ല കവേർഡ് കാർ പാർക്കിംഗ് വഴി കൊടുത്തിട്ടുള്ളത്. നല്ല അത്യാവശ്യം എല്ലാ വാഹനങ്ങൾക്കും വന്നു പോകാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ആയിട്ടുള്ള സ്ഥലം. ഈ സൈഡിലേക്ക് നമുക്ക് കാർ പാർക്കിംഗ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിലേക്ക് നല്ല വൈഡ് ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഗാർഡനിങ് ഏരിയ ആയിട്ടാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ കാർ പാർക്കിംഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇവിടുത്തെ ഒരു മുറ്റത്തിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. വീടും അതുപോലെ തന്നെ കുറച്ച് ചെടികളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് നോക്കാൻ കേട്ടോ. കാരണം അത്യാവശ്യം നല്ല ഒരു ചെടിയുടെ കളക്ഷൻ കൂടിയാണ് കേട്ടോ. ഈ സൈഡിലൊക്കെ നല്ല അടുക്കും ചിട്ടയോട് കൂടി നല്ല നീറ്റായിട്ട് പലയിടത്തും ചെടികൾ നടന്നുണ്ട്, പക്ഷേ മെയിൻറ്റെയിൻ ചെയ്യാറൊന്നുമില്ല. പക്ഷേ ഇവിടെ അതുപോലെയല്ല, നല്ല ഇതിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഈ സൈഡിലേക്കും ആ സൈഡിലേക്ക് ധാരാളം വെറൈറ്റി ചെടികളുടെ ഒരു കലവറ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ഏകദേശം 2 പേർക്കൊക്കെ ഒരു സീറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് ഈവനിങ് ഒക്കെ ഇരിക്കാനും നമുക്ക് എപ്പോഴും ഇരിക്കാനുള്ള നല്ലൊരു ഫീലിങ്സ് തോന്നുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ, പൂർണ്ണമായും തേക്കിൻ തടിയിലാണ് ഇതിൻ്റെ ഡോറുകൾ കംപ്ലീറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അകത്തേക്ക് കയറുന്ന നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള, നല്ല ക്ലീൻ ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പ്രോപ്പർട്ടി ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. വീടൊക്കെ ഇങ്ങനെയാണ് ഇടേണ്ടത്. നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ ഒരു നീറ്റ്നെസ് കാണാൻ സാധിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഈ സൈഡിലേക്ക് ഡൈനിങ് ടേബിൾ, അവിടെ നമുക്ക് ലിവിംഗ് സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിൽ കയറുമ്പോൾ തന്നെ സൈസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കട്ടിൽ ഇട്ടിട്ടുണ്ട്, മേശ ഇട്ടിട്ടുണ്ട്, ഇവിടെ വേറൊരു കട്ടിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് പോലും വളരെ ആ സൈഡിലേക്ക് അലമാറി സ്റ്റോറേജ് സ്പേസുകൾ തന്നെ ധാരാളം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും സൈസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. താഴെയും മുകളിലും ഒക്കെ നല്ല രീതിയിലോട്ടുള്ള അലമാരകളെല്ലാം പണി ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ഡിസൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള ഒരു നോർമൽ ടൈപ്പ് ആയിട്ടുള്ള ഇന്ത്യൻ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. ഈ സൈഡിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂം, ഇവിടെ നമുക്കൊരു ഡ്രസ്സിംഗ് റൂമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് അറ്റാച്ച്ഡ് ബാത്റൂം ആയാലും അത്യാവശ്യം വലിപ്പമുള്ള നല്ലൊരു ബാത്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലേക്ക് കയറുമ്പം നല്ല വലിപ്പമുള്ള ഒരു കിച്ചൺ ആയിട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ, സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ. അതിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും കൊടുത്തിട്ടില്ല. നല്ല അത്യാവശ്യം നല്ല കബോർഡ്സ് എല്ലാം നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ സൈഡിലേക്കും എല്ലാം തന്നെ നല്ല മനോഹരമായ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു കിച്ചൺ. ഈ സൈഡിലേക്കും അതുപോലെ തന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വെട്ടവും വെളിച്ചവും കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു വിൻഡോ എല്ലാം കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ കിച്ചണിൽ നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വർക്ക് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അവിടെയും നമുക്ക് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ആ സൈഡിലേക്കും ഡോർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങണമെന്നുള്ളവർക്ക് ഈ സൈഡിലേക്കും ഡോർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ട് വളരെ മനോഹരവും വളരെ ചിട്ടയായി തന്നെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഈ സൈഡിലേക്കുള്ള മെഷ് ഈ രീതിയിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഒരു എയർ സർക്കുലേഷൻ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും. നല്ല ഹൈ എൻഡ് റെസിഡൻഷ്യൽ ഏരിയയാണ്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഫ്ലോർ കംപ്ലീറ്റും ടൈലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. ടൈലും ഗ്രാനൈറ്റും ആണ് മിക്സ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ ഹാൻഡിൽ കംപ്ലീറ്റ് സ്റ്റീലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് ചെല്ലുന്നത്. സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. 1650 സ്ക്വയർ ഫീറ്റ് എന്ന ഫീലിങ്സേ ഇതിനകത്തമ്മ കയറില്ല. രണ്ടാമത്തെ കാര്യം, ഈ വീട്ടിൽ കയറുമ്പോൾ എനിക്ക് ചൂടെന്ന കാര്യം ഫീൽ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നു ഇച്ചിരി നല്ല ഒരു പ്രദേശത്തിരിക്കുന്നതുകൊണ്ട് നല്ല എയർ സർക്കുലേഷൻ 4 സൈഡിൽ നിന്നും കയറുന്നത് കൊണ്ടായിരിക്കാം ഇതിൽ നമുക്ക് ചൂട് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഫാൻ ഇട്ടില്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഈ നട്ടുച്ച സമയത്ത് പോലും നമുക്ക് ചൂടെന്ന കാര്യം ഫീൽ ചെയ്യുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് പേഴ്സണലി തോന്നുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുന്ന വെച്ചാൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇവിടെ വരുമ്പോൾ അതേ ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ടാണ് വളരെ കാര്യങ്ങളെല്ലാം തുറന്നു തന്നെ സംസാരിച്ചു പോകുന്നത്. അപ്പം മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പം
അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ്. അതാ കണ്ടില്ലേ, ട്രിപ്പിൾ കട്ടിലാണ്, 2 കട്ടിലുകൾ ഇട്ടിട്ട് പോലും നമുക്ക് അത്യാവശ്യം നല്ല സ്ഥല സൗകര്യപ്രദമായ രീതിയിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വരുന്നത്. ഈ സൈഡിലെ സ്റ്റോറേജ് സ്പേസുകൾ, അലമാരകളെല്ലാം തന്നെ മുകളിലും താഴെയും എല്ലാ സൈഡിലേക്കും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ധാരാളം സ്റ്റോറേജ് സ്പേസുകളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് ഞാൻ പറഞ്ഞു. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുമ്പോഴാണ് ബാത്റൂമിൽ ഡിസൈൻ പാറ്റേൺ വരുന്നത്. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള നല്ല വലിപ്പമുള്ള ബാത്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഒരുപാട് മെയിൻ്റെനൻസ് പണി അല്ലെങ്കിൽ ഇനി വീട് എടുത്തിട്ട് ഒന്നേന്ന് മെയിൻറ്റെയിൻ പണി അങ്ങനെയുള്ള മെയിൻ്റെനൻസ് ആയിട്ടുള്ള വർക്കുകളൊന്നും ഇല്ലാത്ത നല്ല കണ്ടീഷനോട് കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് 12 വർഷം, 12 to 13 വർഷമാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫുള്ളും ചുടുകല്ലാണ്, വേറെ യാതൊരുവിധ മെയിൻ്റെനൻസ് വർക്കുകളും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മുകളിലത്തെ ഫുള്ള രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോൾ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറിയിൽ നമുക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസാണ് വരുന്നത്. മുകളിലേക്ക് ഒരു ഡിസൈൻ ഒക്കെ എന്ന് പറഞ്ഞാൽ കണ്ട ഒരു കൂര ടൈപ്പ് ആയിട്ടാണ് അതിനുള്ളത്. എല്ലാം കോൺക്രീറ്റ് ആണ്. അതിന്റെ മുകളിലേക്ക് ഓട് പാകിയിട്ട് വളരെ മനോഹരം, നമ്മൾ പ്രീമിയം വീടുകൾ കാണുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം കൂടിയാണ് ഈ ബെഡ്റൂം. തകണ്ടിൽ എത്ര ഒരു ഡബിൾ കട്ടിൽ ഇട്ടിട്ട് പോലും നമുക്ക് ഏകദേശം ഇനിയും എന്താ ഒരു മേശയും അതുപോലെ ഇടാൻ പറ്റും. നല്ല സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാത്തൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ, അലമാരയുടെ കാര്യത്തിലൊക്കെ എല്ലാത്തിലും നല്ല രീതിയിൽ, അതിലൊന്നും ഇനി നമുക്കൊരു എക്സ്ട്രാ കോസ്റ്റ് ഒന്നും സീറോ കോസ്റ്റിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇത് കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ബാത്റൂമിലേക്ക് കയറുമ്പം കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു ബാത്റൂം അല്ല, നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നല്ല സ്ഥല സൗകര്യമുള്ള എല്ലാ ഹീറ്ററും അതുപോലെ AC പോയിന്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലും അതുപോലെ പ്രീമിയം തരത്തിലും തന്നെയാണ് ഇതിന്റെ ബാത്റൂമിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ വരുന്നത്. ടൈലുകളെല്ലാം തന്നെ ഒരു വെറൈറ്റി ടൈപ്പ് സ്റ്റൈലിലാണ് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സുകളെല്ലാം നല്ല ഒന്നാം തരം കമ്പനി ഫിറ്റിംഗ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ബാൽക്കണി ഏരിയയാണ്. നമുക്ക് ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈവനിങ് ഒക്കെ ഒരു കോഫിയെ കുടിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി. നമുക്കത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ക്യാമറ ഇങ്ങനെ നോക്കി നല്ല റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഒന്നാം തരം പ്രീമിയം റെസിഡൻഷ്യൽ ഏരിയ. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നമുക്ക് ചില ഏരിയയിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് സ്വാധീനിക്കും. അവിടുത്തെ ഒരു നീറ്റ്നെസ്സും അല്ലെങ്കിൽ അവിടുത്തെ ഏരിയ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിൽ തിരുവു അടിപൊളി പ്രോപ്പർട്ടി നമുക്ക് വാങ്ങിച്ചാലോ അല്ലെങ്കിൽ നമ്മൾ എടുത്തു കൊടുക്കുന്ന കസ്റ്റമർക്കായാലും വളരെ സന്തോഷകരമായി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നല്ല ഒന്നാം തരം റെസിഡൻഷ്യൽ ഏരിയ, നല്ലൊരു ഏരിയയിൽ നല്ലൊരു പ്രോപ്പർട്ടി, നല്ല സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രോബ്ലംസില്ല. 4 സെന്റ് രീതിയിലൊക്കെയാണ് നമ്മൾ മീഡിയം ബഡ്ജറ്റിലൊക്കെ നോക്കുന്നവർക്ക് അടിപൊളിയായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കിടിലം പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് മുകളിൽ ടെറസിലേക്ക് പോകാനായിട്ടുള്ള സ്റ്റെയർകേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ നല്ല ഓപ്പൺ ടൈപ്പ് സ്റ്റെയർകേഴ്സ് ആണ്. നമുക്ക് അതിൻ്റെ മുകളിലൊരു വിഷ്വലൈസേഷൻ ഞാൻ കൊടുക്കാം. അപ്പം നിങ്ങൾക്കറിയാം ഈ ഏരിയയുടെ ഒരു ഏരിയയെക്കുറിച്ച് ഒരു വ്യക്തമായൊരു ധാരണ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലത്തെ ഒരു വിഷ്വലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ പേരൂർക്കട, മണികണ്ഠേശ്വരം അതുപോലെ തന്നെ കാച്ചാണി, നെട്ടയം സൈഡിലൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. ഞാൻ പറഞ്ഞു 4 സെന്റിലായിട്ട് 1650 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമുള്ള പ്രോപ്പർട്ടിയാണ്. പൂർണ്ണമായും ചുടുകല്ലാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു. വീഡിയോ കാണുന്നവരെല്ലാം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വീഡിയോ ശ്രമിക്കുക. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് 85 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക.